സങ്കടപ്പെടുന്നവന്റെ ഹൃദയത്തിനാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാരമുള്ളത്. ദുരന്തം സംഭവിച്ച മുണ്ടക്കയത്ത് ബാക്കിയായ ജനങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവർക്കിനി സ്വന്തം എന്ന് പറയാൻ കുടുംബക്കാരില്ല, കയറി ചെല്ലാൻ ഒരു വീടില്ല, കാത്തിരിക്കാൻ നാട്ടുകാരോ ഒന്നുമില്ല. ഈ ലോകത്ത് നിന്ന് ഒരുപാട് കാലം അവർ ജീവിച്ച നാട് തന്നെ ഈ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതായിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഓലൊരു വിഷമം എത്രയായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അവസ്ഥ. നമ്മളെപ്പോലെ തലേന്ന് രാത്രി ഒരുപാട് സ്വപ്നങ്ങളേറ്റ് കടന്നുറങ്ങിയ മനുഷ്യന്മാർ, അവരുടെ വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോയി. മരണപ്പെട്ടവരെ കാണാൻ പോലും കഴിയാതെ ഹൃദയത്തിൽ ആ ഭാരം കൊണ്ട് നടക്കുന്ന പാവപ്പെട്ട മനുഷ്യന്മാർ. നമുക്കിപ്പോ എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മുടെ കയ്യിലൊരു ഫോണ് കിട്ടുമ്പോൾ സമയം ചെലവാക്കാനെങ്കിൽ നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷെ അവരെ കുറിച്ച് ആലോചിച്ച് നോക്കുക, അവർക്ക് അതുപോലും ഇല്ല. ഈ ലോകത്ത് അവർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതിന്റെ രേഖകൾ പോലും അവരുടെ കയ്യിലൊന്നുമില്ല. നമ്മളിടയ്ക്ക് പറയാറില്ലേ, സങ്കടപ്പെടുന്നവന്റെ ഹൃദയത്തിനാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാരം എന്ന് പറയാറില്ലേ? എന്നതുപോലെ ആ മനുഷ്യന്മാരുടെ ഹൃദയത്തിലുള്ള ഭാരം ഒന്ന് ആലോചിച്ച് നോക്ക്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനും ഇല്ലായ്മയെ തൊട്ട് ക്ഷമിക്കാനും നമുക്ക് കഴിയണം. കാരണം നമുക്കുള്ള പല കാര്യങ്ങളെക്കുറിച്ചും സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്. ഞാൻ വീണ്ടും പറയട്ടെ, സങ്കടപ്പെടുന്നവന്റെ ഹൃദയത്തിനാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാരമുള്ളത്.